ഇത് വെറും ഒരു ലേഡി ബേർഡ് സൈക്കിളല്ല, ഇത് കൺവേർട്ടഡ് ഇലക്ട്രിക് ലേഡി ബേർഡ് സൈക്കിളാണ്. നമുക്ക് ചവിട്ടിയും പോകാം, അതുപോലെ തന്നെ ഇലക്ട്രിക്കലി മോട്ടോർ ഉപയോഗിച്ചും ഈ ഒരു സൈക്കിളിൽ യാത്ര ചെയ്യാം. ഒരു നോർമൽ സൈക്കിളിനെ ഇതുപോലെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വെറും 10,000 രൂപയിൽ താഴെ മാത്രമേ ചിലവ് വരുന്നുള്ളൂ. ഐസ് കോളേജിലേക്ക് പോയപ്പോൾ അവിടെ ലാബിലിരിക്കേണ്ടായതാണ് ഈ ഒരു സൈക്കിൾ. അപ്പം നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തി തരാമെന്ന്. ഇതൊരു സ്ക്രാപ്പ് സൈക്കിളായിരുന്നു. ഈ ഒരു സ്ക്രാപ്പ് സൈക്കിളിനെ എടുത്ത് റീസ്റ്റോർ ചെയ്ത് പെയിൻറ് ചെയ്തിട്ടാണ് അവരിതിൽ ഈ കംപ്ലീറ്റ് ഇലക്ട്രിക് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്ക് അവരോട് സംസാരിക്കാനും ചോദിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നേരിട്ട് അവരോടെല്ലാം ചോദിക്കാം. നമസ്കാരം. താങ്ക് യു. പേരെന്താ? ജോൺ. ബ്രോഡ് പേരെന്താ? അപ്പോൾ ഈ സാറും സാറിൻ്റെ സ്റ്റുഡൻറ്റും കൂടെ ഇവരെ കോളേജിൽ ഒരു സൈക്കിൾ ഉണ്ടാക്കി. അതായത് പഴയൊരു സൈക്കിള് റീസ്റ്റോർ ചെയ്തിട്ട് അതിൽ മോട്ടറാക്കി ഇതൊരു കംപ്ലീറ്റ് ഇലക്ട്രിക് സൈക്കിളാക്കി. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് സാറിനോട് ചോദിക്കാം. സാറേ, ഈ സൈക്കിൾ എങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്? ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. നമ്മൾ സ്ക്രാപ്പ് സൈക്കിളായിരുന്നു. ഓക്കെ. അപ്പോൾ ആ സ്ക്രാപ്പ് സൈക്കിളിൽ നമ്മൾ കസ്റ്റമർ പറയുന്ന പെയിൻ്റൊക്കെ മേടിച്ച് നമ്മൾ പെയിൻറ്റിങ് ചെയ്ത് പിന്നെ ഇലക്ട്രിക് സൈക്കിളായി കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇത് ആകെ ഇലക്ട്രിക് ചെയ്യാനായിട്ട് ആകെ ചിലവ് 10,000 രൂപയുള്ളൂ. വെറും 10,000 രൂപയ്ക്ക് ഒരു ഇലക്ട്രിക് സൈക്കിൾ ബിൽഡ് ചെയ്യാം. അതാണ് ഏറ്റവും വലിയൊരു എൻ്റെ അട്രാക്റ്റീവ് കാര്യം. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലേ? സൈക്കിൾ കൊണ്ടുവരണം. പഴയ സ്ക്രാപ്പ് സൈക്കിൾ കൊണ്ടുവന്നാൽ ഇലക്ട്രിക് സൈക്കിളായിട്ട് തിരിച്ചു കൊണ്ടുപോകും. ഇനി ഇത് എത്ര സ്പീഡും കാര്യങ്ങളൊക്കെ? സ്പീഡ് നമുക്ക് 25 കിലോമീറ്റർ സ്പീഡിലാണ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ മാക്സിമം. പിന്നെ ഒരു ചാർജിൽ ഇത് എത്ര ദൂരം? ഒരു ചാർജിൽ ഇത് 15 കിലോമീറ്റർ ആണ് സ്പീഡിൽ 15 കിലോമീറ്റർ ദൂരം ഓടിക്കാൻ പറ്റുള്ളൂ. അതെ അതെ. അതിന്റെ ബാറ്ററി കപ്പാസിറ്റി 7H ബാറ്ററി വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ ബാറ്ററി കപ്പാസിറ്റി കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50-100 കിലോമീറ്റർ വരെ ഓടിക്കാം. ഇപ്പോൾ ഈ ബാറ്ററി ഒരു വട്ടം ചാർജ് ചെയ്യണമെങ്കിൽ സമയം എന്തോരം? 2 hours, 2 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്ത് 15 കിലോമീറ്റർ. അതിനുള്ള ബാറ്ററി ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി കൂടുതൽ കിലോമീറ്റർ റേഞ്ച് വേണമെങ്കിൽ നമുക്ക് ബാറ്ററിയുടെ കപ്പാസിറ്റി കൂട്ടി കഴിഞ്ഞാൽ 50-100 കിലോമീറ്റർ നമുക്ക് ഓടിക്കാനുള്ള സൈക്കിൾ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ഈ ഒരു സൈക്കിളിൻ്റെ വിശേഷം. ഇനി നമുക്ക് ഈ സൈക്കിളൊക്കെ ഓടിച്ചൊന്ന് കാണാം. അപ്പോൾ സാറേ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ ഈ സൈക്കിളൊന്ന് ഓടിച്ച് നോക്കാൻ പോവാണ്. ഓ കൊള്ളാം, അടിപൊളി. നമ്മളിങ്ങനെ ചുമ്മാ സൈക്കിളിൽ ഇരിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് സൈക്കിൾ ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് ഓടിക്കുന്നത്, ഇലക്ട്രിക് സൈക്കിൾ. ആഹാ. സൈക്കിളിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, മറക്കാതെ ഒന്ന് ഷെയറും കൂടെ ചെയ്യണേ. അപ്പോൾ കൂടുതൽ പരിപാടിയൊന്നുമില്ല, ചാർജ് തീർന്ന സൈക്കിൾ ചവിട്ടി പോരാം. പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഇലക്ട്രിക് സൈക്കിൾ, ഇലക്ട്രിക് ഹൈബ്രിഡ് സൈക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു സൈക്കിളിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഇടണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.